സെന്റ് ഇരിക്കുന്നതാണ് ഗാലക്സി വാച്ച് 6 LT വെർഷൻ ആണ്. ഇപ്പോൾ ഗാലക്സി വാച്ച് 8 ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് ഇറങ്ങുന്നതാണ് കേട്ടത്. ആ ഒരു സി ഫോൾഡ് ഇറങ്ങുന്നതിന്റെ കൂടെ ഗാലക്സി വാച്ച് 8 ഇറങ്ങും. അപ്പൊ എന്തായാലും ഈ ഒരു 6ന്റെ വില ഇപ്പൊ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 40mm ആണ് എന്റെ ഇരിക്കുന്നത്. ഇത് ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ 16,999 വരാറുണ്ട്. ആ ഒരു പ്രൈസിന് വളരെ ഒരു ഗ്രേറ്റ് ഡീൽ തന്നെയാണ്. ബിക്കോസ് സാംസങ്ങിന്റെ വാച്ച് വെയർ OS ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ബെസൽ ഇത്രയില്ല. ഇത് വേറെ കേസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ബെസൽ തോന്നുന്നത്. ആൻഡ് ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു OS ഉള്ളൊരു വാച്ച് ഇതാ, അത് പോരാഞ്ഞിട്ട് വെയർ OS ആണ് ഇതിനകത്തുള്ളത്. ഈ ഒരു വാച്ച് നമുക്ക് ഐഫോൺ ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഓഫ് വെയർ OS ആണ്. ഇതിന്റെ വാച്ച് 3 വരെ ടൈസൺ ആണ് വന്നോണ്ടിരുന്നത്. അതുവരെ നിങ്ങൾക്ക് ആപ്പിൾ ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർ ആപ്പിൾ വാച്ച്, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ ഈ വാച്ച്, അല്ലെങ്കിൽ വേറെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന നത്തിങ് വാച്ച് പ്രോ 5,000 rupees ആണ്. ഇപ്പൊ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് കിടിലമാണ്. ആൻഡ് അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് കിട്ടും. ഇതില് ക്ലാസിക് ഡയൽ, മറ്റേ ഡയലില്ല. അവരിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 6ന് ഡയൽ കൊണ്ടുവന്ന്, അല്ല 6ന് ഡയൽ കൊണ്ടുവന്നിട്ട് 7ന് ഡയൽ എടുത്ത് കളഞ്ഞ് 8ൽ ഇപ്പൊ വീണ്ടും ഡയൽ കൊണ്ടുവരുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ, സ്ലീപ്പ് മോണിറ്റർ ചെയ്യാൻ, SpO2 എല്ലാം ഉണ്ട്. ഒരു വാച്ച് സാംസങ് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ECG എടുക്കാൻ സാധിക്കും. ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നമുക്ക് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും, ബോഡി കമ്പോസിഷൻ എടുക്കാൻ സാധിക്കും. വെയർ OS ആയതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിനകത്ത് നമുക്ക് ആപ്പ്, ആൻഡ്രോയിഡ് സപ്പോർട്ടാണ് ആപ്പുകൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ്, വാട്സ്ആപ്പ് അതൊക്കെ യൂസ് ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ മെസ്സേജുകൾക്ക് ഇതിൽ ടെക്സ്റ്റ് റിപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് സാംസങ് ഹെൽത്ത് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡെയിലി ആക്ടിവിറ്റി, എത്ര സ്റ്റെപ്പ് നടന്നു, നമ്മളെ വർക്ക്ഔട്ട്, സ്ലീപ്പ്, എത്ര ഫുഡ് കഴിച്ചു, ബോഡി കോമ്പോസിഷൻ ആണ് ഇതിൽ അറിയാൻ സാധിക്കും. അത് പറഞ്ഞിട്ട് സാംസങ്ങിന്റെ വിയറബിൾ ആപ്സ് അല്ലെങ്കിൽ സാംസങ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മളെ സാംസങ് ഫോണുകളിലുണ്ട്, അല്ലാതെ ബാക്കിയുള്ള ഫോണുകളിലുണ്ട്. പക്ഷെ സാംസങ് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഗൈസ്, ഇതിനകത്ത് സ്പോട്ടിഫൈ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇതിനകത്ത് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ ജിമ്മിലൊക്കെ പോണവരാണെങ്കിൽ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് വയർലെസ് ഹെഡ്സെറ്റ്, TWS അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കൊണ്ടുപോകണ്ട. കാരണം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഫോൺ എടുത്ത് കിണ്ടി ഹബീബി ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. സോ അതിനേക്കാളും നല്ലത് ഇത് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പാട്ട് മാത്രം എടുത്ത് കേട്ടാൽ മതി. അവിടെ വർക്ക്ഔട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇത് LT വെർഷൻ ആണ്. ഇതിനകത്ത് eSIM സപ്പോർട്ട് ഉണ്ട്. ബാറ്ററി ലൈഫ് ഒരു ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. ബിക്കോസ് ഓഫ് 40mm ആണ്, ചെറുതാണ്. അത് പോരാഞ്ഞിട്ട് നമുക്ക് സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞാൽ കണക്ഷൻസ് പോയിട്ട് ഇതിനകത്ത് നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് eSIM സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സിം വെച്ച് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും, മെസ്സേജുകൾ റിസീവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം അത് ഓൺ ചെയ്തിടുക. ആ ഒരു eSIM ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഒരു 2 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഉള്ളിൽ തീരും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓൺ ചെയ്തിട്ട് അല്ലാത്ത സമയത്ത് eSIM ഓഫ് ആക്കി ഇടുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് eSIM ആക്കിയാൽ തന്നെ നമ്മളെ ഫോണിലുള്ള അതേ നമ്പർ ഇതിനകത്തും കണക്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഫോൺ എന്നത് അത് കട്ടായി പോകത്തില്ല. ചിലതിൽ ഞാൻ അത് കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ eSIM-ലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഫോണിലെ ഫിസിക്കൽ സിമ്മിന് അത് കട്ടായി പോകും. ഇതിന് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതിൽ നമുക്ക് 2 ഫോണിലെ ഫിസിക്കൽ സിം ആയിട്ടും ഇതിൽ eSIM ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്. ജിയോയുടെ ആപ്പിനകത്ത് കയറിയിട്ട് നമുക്ക് eSIM-നായിട്ടുള്ളത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് സാംസങ്ങിന്റെ ആപ്പ് ഉണ്ട്, അതിനകത്ത് കയറിയിട്ട് നമുക്ക് eSIM-ന്റെ ഇത് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്ത് കോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫോൺ ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ച് കോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വാച്ചാണ്. ആൻഡ് ഇതാണ് ഇതിന്റെ ഒരു ചാർജർ. നമുക്ക് വയർലെസ് ചാർജ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇത് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച് വയർലെസ് ചാർജിങ് ആണ് പറ്റുന്നത്. ഇതിന് ടച്ച് ബെസൽസ് ഉണ്ട്. ഇതിന്റെ ബെസൽസിൽ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ കേസ് ഇട്ടിരിക്കണോണ്ടാകട്ടെ. എന്താ ഒരു ക്ലാസിക്കലാണെങ്കിൽ ഡയൽ ഉണ്ട്, പക്ഷെ ഇതിൽ ഡയൽ ഇല്ല. അതിന് പകരം ബെസൽസ് ടച്ച് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മെനു മാറുന്നതാണ്. ആൻഡ് ഇതിന്റെ ഗാലക്സി വിയറബിൾസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിനകത്ത് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് വാച്ച് ഫേസ് മാറ്റാനായിട്ടാണെങ്കിലും കണ്ടില്ലേ, ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് ഇതിനകത്ത് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ബട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ അങ്ങനത്തെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആസ്ട്രോണമി ഇത് കറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ കറങ്ങണം. ഒരുപാട് ഭയങ്കര രസമായിട്ടുള്ള വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇതിന് ഇഷ്ടമുള്ള സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ, ഇതിന്റെ സ്ട്രാപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഒറിജിനൽ സ്ട്രാപ്പ് വാങ്ങണമെങ്കിൽ കത്തിയാണ്, ഒന്ന് വില വിളിക്കും. നമുക്ക് ഫ്ലിപ്കാർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ട്രാപ്പുകളൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ചിടാം. സോ കേസ് ഇതിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേസ് ഊരാനായിട്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് അത് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ ചെയ്തത്. അതിന്റെ ഗ്ലാസ് വന്നിട്ട് സഫയർ ക്രിസ്റ്റൽ ആണ്. സോ പെട്ടെന്നൊന്നും അധികം സ്ക്രാച്ചോ അല്ലെങ്കിൽ പൊട്ടലോ ഒന്നും വരത്തില്ല. എങ്കിലും ഞാൻ പറയാനായിട്ടുള്ളത് കേസോ അല്ലെങ്കിൽ ടെമ്പേർഡോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്നെ പോലെ ഇത്രയും പൊട്ടില്ല എന്നൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇത്രയും സൂക്ഷിക്കുമെന്നൊക്കെ
അമിത വിശ്വാസമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ട് കിടക്കുക, ഇല്ലെങ്കിൽ കേസ് എല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ട് കിടക്കുക. ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടാനാണെങ്കിൽ വളരെ കംഫർട്ട് ആണ്. ആൻഡ് ഞാൻ പറയാനായിട്ടുള്ളത് ഗാലക്സി വാച്ച് 8 ഇറങ്ങും. അത് ഇറങ്ങുമ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ഇത് എങ്ങനെ പോയാലും ഒരു 15,000 രൂപയ്ക്ക് താഴെ കിട്ടും. ആ ഒരു പ്രൈസിന് വളരെ കിടിലം ഒരു ഡീലാണ്, കിടിലം പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ തന്നെ 17,000 രൂപയ്ക്ക് വന്നിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. സോ എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് തന്നെ. കൂടുതൽ റിവ്യൂ ഇങ്ങനെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഗാലക്സി വാച്ച് സ്മാർട്ട് വാച്ച് വേണമെന്നുള്ള ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇടലാം, ആപ്പിൾ യൂസേഴ്സിന് ഐവാച്ചിലോട്ട് പോവുക. സോ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലും കിട്ടായൊക്കെ. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ആൻഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ഗൈസ്. ചെറുതായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വേറെ ചിലവൊന്നുമില്ല ഗൈസ്, ഫ്രീ ആണ്. ചെയ്യൂ. അപ്പൊ അതാണ് പറയാനായിട്ടുള്ളത്. ഞാൻ പോൺ.